മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ ആദില നൂറ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ഇന്ന് ബിഗ് ബോസ് കൊടുത്തത് ബിഗ് ബോസ് അവസാനിച്ചതിന് ശേഷം പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും അതേപോലെ തന്നെ പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും പറയാനാണ്. നമ്മുടെ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഷാനവാസ് ഖാനെയും അതേപോലെ തന്നെ ബിന്നിയുടെ പേരുമാണ്. ആദിലയും അതേപോലെ തന്നെ നൂറയൊക്കെ പറഞ്ഞത്, ആദില പറഞ്ഞത് അനുമോൾ ഓർത്തിരിക്കും, ലക്ഷ്മിന് ഒട്ടും ഓർക്കില്ല. നൂറ പറഞ്ഞത് സാബുമാനെയും ഓർത്തിരിക്കും, ലക്ഷ്മിന് ഒട്ടും ഓർക്കില്ല എന്ന്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് നമ്മൾ അങ്ങനെ ആരെയും ഓർത്തിരിക്കില്ല, അങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും ഓർത്തിരിക്കും. ഇപ്പോൾ ലക്ഷ്മീൻ്റെ ആണെങ്കിലും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അനുമോൾ അവിടെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ടാസ്കിൻ്റെ സമയത്താണെങ്കിലും ലക്ഷ്മി നിങ്ങൾക്കെതിരെ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതൊരു നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ആൾക്കാരത് എന്താണെങ്കിലും അത് എടുക്കും. അത് നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് അങ്ങനെ പറയാനുള്ള ഒരു അധികാരവും ഇവിടെ ബിഗ് ബോസ് തന്നിട്ടില്ല. കാരണം ആരെയും ഓർത്തിരിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും പ്രേക്ഷകർ ഓർത്തിരിക്കും. ഈ സീസണിൽ കയറി എല്ലാവരെയും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒട്ടും ഓർത്തിരിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 പേരെയായിരിക്കും ഒട്ടും ഓർത്തിരിക്കാൻ സാധ്യത കുറവെന്ന് നൂറ് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ചിലപ്പോൾ ഓർത്തിരിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ ഒട്ടുമിക്ക എല്ലാവരെയും തന്നെ ഓർത്തിരിക്കും. ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞതുകൊണ്ടും ഒരാളുടെ പേര് നിർബന്ധമായും പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. ഇല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പറയാൻ എന്താണെങ്കിലും പറ്റില്ല. കാരണം എല്ലാവരും ഓർത്തിരിക്കുന്നത് എനിക്ക് നന്നായിട്ട്, ഞാനൊരു പ്രേക്ഷകനാണെങ്കിൽ എല്ലാവരും ഓർത്തിരിക്കുന്നതാണ് അനുമോൾ പറഞ്ഞു കൊടുക്കുന്നത്.